ജമ്മുകശ്മീരിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തകർത്തത്. അവശേഷിക്കുന്ന പുരാതന ക്ഷേത്രങ്ങൾ പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത്. 22-ന് തീവ്രവാദ ആക്രമണം നടന്ന പെഹൽഗാമിലും ഒരു പുരാതന ക്ഷേത്രമുണ്ട്. പെഹൽഗാമിലെ മാമൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കശ്മീരിന്റെ മണ്ണിൽ ഹിന്ദുത്വം എത്രമാത്രം പ്രബലമാണ് എന്നതിൻ്റെ തെളിവാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്ഷേത്രം. മാമൽ ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. നിലവിൽ ഈ ക്ഷേത്രം ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മാമേശ്വര എന്നാണ് ആ പ്രതിഷ്ഠയ്ക്ക് ഇവിടുത്തെ ജനങ്ങൾ നൽകിയ പേര്. ഇത് ലിഡാർ നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, അന്നിവിടെ ഭരണം നടത്തിയ AD 1128 മുതൽ 1155 വരെ ഇവിടെ ഭരിച്ചിരുന്ന ജയസിംഹ എന്നുള്ള മഹാരാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രം കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം പുരാതനമായ നിർമ്മിതിയാണ് ഇത് എന്നുള്ളത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിനുശേഷം ചുണ്ണാമ്പ് കൊണ്ട് പുറത്ത് അത് മൂടിയിരിക്കുന്നു. ചുണ്ണാമ്പ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചുണ്ണാമ്പിൻ്റെയും അതേപോലെ തന്നെ മറ്റ് പ്രത്യേക മിശ്രിതങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിലായി ഒരു ചെറിയ കുളമുണ്ട്. ഈ കുളം ഈ നദിയിലേക്ക്, ലിഡാർ നദിയിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുളമാണിത്. ഇതേപോലെ സമാനമായി ഈ കശ്മീരിൻ്റെ മണ്ണിൽ നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭീകരവാദികളും അതേപോലെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഒക്കെ തന്നെ ചേർന്ന് ഇത്തരം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. അവശേഷിക്കുന്നത് ചില ക്ഷേത്രങ്ങൾ മാത്രമാണ്. അതിപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിക്കുകയാണ് ആ ക്ഷേത്രം. അതിൻ്റെ ചരിത്രമാണ്, ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രമാണ് ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ പെഹൽഗാമിൽ, ഇതിപ്പോൾ ഈ പെഹൽഗാം നഗരത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മാമേശ്വരൻ എന്നാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠയെ അറിയപ്പെടുന്നത്. പെഹൽഗാമിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.